ഞാനിപ്പോൾ ഇന്റർവ്യൂ വന്നു, ഫ്രീ ആയിട്ട് വന്ന് ഇന്റർവ്യൂ ചെയ്തു. വീണയ്ക്ക് ഈ ഒരു സാധ്യത കിട്ടുന്നില്ല, വീണ വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നു. വീണയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വരുന്ന ആൾക്ക് മേ ബി ഒരു കണ്ടന്റ് കിട്ടും. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്തും എന്നെ 2-3 പ്രമുഖ ചാനലുകളിൽ, ഓൺലൈൻ അല്ല കേട്ടോ, മെയിൻ ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു കണ്ടന്റ് വിറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പൈസയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ തരുന്നൊരു സാധനം നിങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടണം. അന്ന് കരുതി അവരാരും അവരുടെ കൈ നിട്ട് തരികയും വേണ്ട, എല്ലാവർക്കും പ്രയോജനപ്പെടണം, അത്രേ ഉള്ളൂ. അത് ആ ബുദ്ധിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് മണി അല്ല അങ്ങനെ ഒരു പേടിയപ്പോൾ അല്ല ഇപ്പൊ അവ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അഖിലേട്ടൻ പറഞ്ഞു ഇത് യൂട്ടിലൈസ്. പക്ഷെ എനിക്കത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും എന്റെ കമ്പനി റെഡിയാണ് എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ. എനിക്ക് ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പറഞ്ഞു 2 ആഴ്ചത്തെ ലീവ് തന്ന് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ പോയതാ. പക്ഷെ ഓരോ ആഴ്ചയും ഫോളോ അപ്പ് ചെയ്യും. ഔട്ടായ എന്റെ അമ്മ പറയാം ഔട്ടായില്ല ഈ പ്രാവശ്യം ഇല്ല. അങ്ങനെ 100 ദിവസത്തെ ലീവ് തന്നു. തിരിച്ചു കയറി ഞാനൊരു 3-4 months പിന്നെയും വർക്ക് ചെയ്തു. പിന്നെ ഐ ടുക്ക് മൈ കോൾ. ഔട്ടാവാൻ വേണ്ടി ഇവൾ പലതും അതിനകത്ത് ചെയ്തു. അതൊക്കെ കൂടുതൽ ഇന്നാക്കിക്കൊണ്ട് മറ്റു പലതും തെറ്റിച്ചു. ഇവളെ ഔട്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വേറൊരാൾ അതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും കാര്യം. ഇവളെ പിന്നെ അടുത്ത ആഴ്ച